അയ്യോ ഞാൻ എന്തായി കാണുന്നത്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ ആ അഴിഞ്ഞു വീണ കേശഭാരം? ഇത് വേണ്ട, ഇത് വേണ്ട. ഇത് വേറെ. It's not flattering. അതിനുശേഷം അവർ പറയും കണ്ണു പൊട്ടനാണ്. എനിക്ക് മനസ്സിലായി ആരാം നമ്പർ. അതെ, ഞങ്ങളെ സിനിമ മാത്രമൊന്നുമല്ല, സംശയമില്ല, കണ്ണു പൊട്ടൻ തന്നെയാ. അടുത്ത ഡയലോഗ് വരുന്നുണ്ട്. എന്നോട് പറ ഐ ലവ് യു എന്ന്. നിങ്ങൾ ആദ്യം പറ ഇത് ആരുടെ വായിസ്? ഇപ്പൊ ചെയ്ത മോഹൻലാലാണ്. പെണ്ണുങ്ങളായാൽ അടക്കം ഒതുക്കൊക്കെ വേണം. എന്തോ എങ്കിലും എന്നോട് പറ ഐ ലവ് യു എന്ന്. എല്ലാം കൊണ്ട് അതിലെ എത്തിക്കും. കറങ്ങി തിരിഞ്ഞ ആ ഡയലോഗിലേക്ക് വന്നു. ഒന്നിനെ അനുവദിക്കരുത് കേട്ടോ. ജാഫർ സൗണ്ട് പറഞ്ഞിട്ട് പപ്പയുടെ കൂട്ടുകാരിയാണല്ലേ? അതെ. മുറിയിലേക്കൊക്കെ കയറി വരുമ്പോ നോക്കി കണ്ടൊക്കെ കയറി വരണ്ടേ? നെടിമുടി വേണോ കളക്കി? നെടിമുടി വേണോ കളക്കി? എന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. പപ്പയുടെ ജീവിതം, പപ്പയുടെ കല്യാണം, പിന്നെ അതാണ് എന്റെ മുഖ്യം. പപ്പയുടെ കല്യാണം സ്വന്തം അല്ലടാ, അമ്മച്ചിയുടെ. അതെ, മനസ്സിലായില്ല. മകളെ കല്യാണം കേട്ടിട്ടുണ്ട്, പപ്പയുടെ കല്യാണം ആദ്യം. പപ്പയുടെ കല്യാണം കഴിയാണ്ട് മകൾ പപ്പയെ അറിയാലോ? അറിയാം. പിന്നെ എന്താ പപ്പായ തോരൻ വെച്ച് തിന്നാൻ നല്ലതാ. മമ്മിയുടെ കെട്ടിയ പപ്പ. ഇവനെ വൈകിട്ട് മിറ്റത്ത് കൊണ്ടുവന്ന് കത്തിക്കും ഇങ്ങനെ ഈ മെഴുകിനെ. ഇത് ഹലോ അല്ല, ഞാൻ ഈ പപ്പ പപ്പന്ന് പറയുന്നത് ഇതുവരെ കപ്പ കപ്പ പപ്പായ. പിന്നെ കുട്ടി, ഞാൻ അറിയാതെ അരഞ്ഞാണം കണ്ടു. എന്താ ചെയ്യാ, പോരുന്നോ എന്റെ കൂടെ? എവിടേക്ക് കപ്പപ്പുഴുങ്ങ? ഇതേ മലയാളം അറിയാം. മലയാളം അറിയാം. മലയാളം അറിയാം. ഒരു ഗസ്റ്റ് വന്നിട്ട് ഇത്രയും ഉരുളയ്ക്ക് ഉപ്പേരി കൊടുക്കുന്ന, അതും ഒരു നോൺ മലയാളി. ഉരുളക്ക് കപ്പ. ഉല്ലാസേട്ടൻ ഇനി ഉണ്ടോ ലാലേട്ടൻ? ഉല്ലാസേട്ടൻ അയ്യോ, ചിരിച്ചു വേദനിക്കണു. മമ്മൂക്ക പതുക്കെ വല്ലതും പറഞ്ഞിട്ട് പോകാനുള്ള ഓളിയൊന്നോ? സീരിയസ് കണ്ടോ രാജൻ ബി ദേവനെ കണ്ടോ? ഇവന്റെ പാപ്പയാ, ഒന്ന് കാണാൻ വന്നതാ. ഈ റോഡിൽ കിടന്നാണ് അമ്മ മേരി ജോൺ കുരിശിങ്കൽ വരച്ചത്. നെയ്യൊന്നും അറിയാതെ ഇവിടെ ഒരു പണിയും നടക്കുകയെന്നറിയാം. പണിയും കഴിഞ്ഞെടുത്ത വിമാനത്തിൽ പാപ്പയ്ക്ക് ദുബായിക്ക് പോകാനുള്ളതാണ്. തൊഴിലുറപ്പിന്റെ പണിയല്ലേ? പറ, വേഗം പറ. കൊച്ചി പഴയ കൊച്ചിയിലെന്ന് എനിക്കറിയാം. ബിലാല് പഴയ ബിലാല് തന്നെയാ. അല്ല ദേവി, ഇത് കട്ട് ചെയ്ത് കളയണം, ശരിയായിട്ടില്ല. അല്ല, അത് കിടക്കട്ടെ, ഇതിന് കുറച്ച് പ്രതിഫലം വരാനുണ്ട്. ഇതാരായിരുന്നു ഇപ്പൊ ചെയ്തേന്ന് മനസ്സിലായോ? ബിജു മേനൻ സാർ അല്ലേ? അപ്പൊ നാളെ തൊട്ട് ബിജു മേനോൻ. ഓക്കെ, ശരി. സുമ വരുന്നുണ്ട്, ഒരു ഡയലോഗ് കംപ്ലീറ്റ്. സുമോ ഗുസ്തിക്കാണുള്ള വരുന്നത്. ലാലേട്ടന്റെ ശബ്ദം അത് പറഞ്ഞത് നന്നായി. പറഞ്ഞ നന്നായിന്ന്. ഓളിയം കേട്ടിട്ടേക്ക് പന്തളത്തിന് കൊടുത്തവനെ. സംഗീതം അലഞ്ഞിട്ടുണ്ട്, അതും തേടി. നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രമെണ്ണി കിടക്കുന്നവന് ഒരു വെളിപ്പാടുണ്ടാവുന്നു. എന്താ, ഗ്വാളിയറിലേക്ക് വെച്ച് പിടിപ്പിക്കാൻ എന്തിനാ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം? ഗ്വാളിയർ ഖൊരാന മാജിക് പീക്കോക്കിനെ കുറിച്ച് അറിയാൻ ചെന്നപ്പെട്ടത് ഒരു പഴയ സിംഹത്തിന്റെ മടയിൽ. ഉസ്താദ് ബാദുഷാ ഖാൻ മൂപ്പര് നല്ല ഫിറ്റാ. എന്താ കാര്യം? നല്ല ക്ലാസ് ഫാൻ. ആവശ്യം അറിയിച്ചു, ദക്ഷിണ വെക്കാൻ പറഞ്ഞു. ഒരു ദിന്റെ വോട്ടക്കീശയിൽ എന്താ ഉള്ളേ? സബ്നോം കി ജിന്ദഗി जो कभी नहीं खत्म हो जाती है. शंभू महादेव. ഇത്ര നീ മനോഹരമായിട്ട് പറഞ്ഞിട്ട് നീ എന്നെ എന്തിനാ ബലിയാടാറ്റി ഇറക്കി?
പക്ഷെ പട്ടച്ചാരാണോ ഞാൻ ഒരു ആർട്ടിസ്റ്റിനെ കാണിക്കാം ആരും ഓക്കെ ഓക്കെ ചൂണ്ടിക്കാണിക്കാനാണ് ഞങ്ങളെ കാണിക്കേ ഹോ ഇവറ്റകൾ എന്തൊക്കെയാ കാണിക്കുന്നേ കാക്ക കാക്ക ഹോ പട്ടച്ചാരം വിറ്റ് കൊട്ടാരം നശിപ്പിച്ചു ജഗതി MS തൃപ്പൂണിത്തുറ ജഗതി ചേട്ടൻ ഓക്കേ ഗുഡ് എന്താ പറയൂ അല്ലല്ല. ആരാ ആരാ ജനാർദ്ദനൻ സാറിനെ ജനാർദ്ദനൻ സാർ ആ യെസ് ഏത് സൗണ്ടാന്നറിയാവോ ആ ആ നമ്മള് തേങ്ങാ തിരുമ്മില്ലേ അപ്പൊ ചിരട്ടയോട് എടുക്കുമ്പോ ഉള്ള sound. അല്ല ഷി ഹസ് ഡൺ റിയലി ഗുഡ് MS ജനാർദ്ദനൻ. തെറ്റിപ്പോയി അത്രേ ഉള്ളൂ ലൈക്ക് നമ്മൾ ആ ക്ലൈമാക്സ് കറക്റ്റ് സുമയുടെ ലാലേട്ടനിൽ ഇങ്ങനെ നമ്മളിങ്ങനെ നിൽക്കുകയാണ് സുമയെ ഗംഭീരായിട്ട് ചെയ്തു സൂപ്പർ